വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ಅವರ ದುಃಖಗಳು ತೆಗೆದು ಹಾಕಲ್ಪಟ್ಟು ಅಲ್ಲಿ ದೇವರ ಆನಂದ ತುಂಬಲ್ಪಡುವುದನ್ನು ಕರ್ತನು ತೋರಿಸಲಾಗಿದೆ. കുറേ പേര് കണ്ണുനീർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ಅವರ ಕಣ್ಣೀರು ಹರಿಯುವುದನ್ನು ಕರ್ತನು ತೋರಿಸಲಾಗಿದೆ. കാരണം എന്താണ് കാരണം? ಏನಾಗಿದೆ ಕಾರಣ? പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ അവരുടെ മേൽ പതിയുന്നു. പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ അവരുടെ മേൽ ഇടിച്ചു വന്നു സ്പർശിಸುತ್ತಿದೆ. കണ്ണുനീർ വന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. കണ്ണീര് മാറದಿದ್ದರೂ പരിശുദ്ധാത്മാവ് കരങ്ങൾ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬಂದಿದೆ. ഇപ്പൊ കുറച്ചുകൂടെ ആരാധനയിൽ പല പിശാചുകളും വിട്ടുപോയി. ಈಗ ನಾವು ಆರಾಧಿಸಿದಾಗ ಅನೇಕರಿಂದ ಪೈಶಾಚಿಕ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಯಿತು. പിശാച് ചക്രങ്ങളെ മുണ്ടിയിട്ടിട്ട് സ്ഥലം കൊടുക്കും. ಕೆಲವೊಮ್ಮೆ ಸೈತಾನನು ನಿಮ್ಮನ್ನು ತಳ್ಳಿ ಹಾಕಿ ಹೋಗಬಹುದು. ഞാൻ അവരെ കൈപോലും തൊട്ടിട്ടില്ല, ആജ്ഞാപിച്ചു പോലുമില്ല, കൽപ്പിച്ചു പോലുമില്ല. ನಾನು ಸ್ಪರ್ಶಿಸಲಿಲ್ಲ, ಹೇಳಲಿಲ್ಲ, ಆದರೂ ನಿಮ್ಮನ್ನು ಕರೆದು. പക്ഷെ അവരുടെ ശരീരത്തിൽ നിന്ന് പിശാച് വിട്ടുപോയി. ಆದರೆ ಅವರ ಶರೀರದಿಂದ ಪಿಶಾಚಿ ಬಿಟ್ಟು ಹೋಯಿತು. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ചർച്ചിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ആലയത്തിൽ മുഴുവൻ തുളുമ്പുತ್ತಿದೆ. ഈ അന്തരീക്ഷം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ തുമ്പിದೆ, അവരുടെ ശക്തിയിൽ തുമ്പിದೆ. ആരൊക്കെ ഹൃദയം തുറക്കുന്നു അവരിലേക്ക് കർത്താവ് ഒഴിച്ചു കൊടുക്കും. ಯಾರೆಲ್ಲರೂ ದೇವರ ತೆರೆದಿದ್ದಾರೋ ಅವರ ಹೃದಯದೊಳಗೆ ಆ ಶಕ್ತಿಯನ್ನು ಕರ್ತನು ತುಂಬಿಸಿಕೊಡುತ್ತಾನೆ. നിന്റെ ഹൃദയം ദൈവം ശുദ്ധമാക്കുകയാണ്. ನಿನ್ನ ಹೃದಯವನ್ನು ದೇವರು ಶುದ್ಧಗೊಳಿಸುತ್ತಿದ್ದಾನೆ. നിന്റെ ആത്മീയ കണ്ണുകളെ ദൈവം തുറക്കുകയാണ്. ನಿನ್ನ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯುತ್ತಾ ಇದ್ದಾನೆ. നീ കാണാത്തത് കാണും, ನೀನು ಕಾಣದಿರುವುದನ್ನು ಕಾಣಬೇಕು. നീ കേൾക്കാത്തത് കേൾക്കും. ನೀನು ಕೇಳದಿರುವುದನ್ನು ಕೇಳಬೇಕು. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ದೇವರು ನಿನ್ನನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. നിന്റെ പ്രശ്നങ്ങളല്ല ഇവിടെ വലുത്, ನಿನ್ನ ಸಮಸ್ಯೆಗಳಲ್ಲ ಇಲ್ಲಿ ದೊಡ್ಡದು, ദൈവമാ വലുത്. ದೇವರಾಗಿದ್ದಾನೆ ದೊಡ್ಡವರು. നിന്റെ പ്രശ്നങ്ങളല്ല വലുത്, ನಿನ್ನ ಕಷ್ಟಗಳಲ್ಲ ದೊಡ್ಡದು, ദൈവമാ വലുത്. ದೇವರು ದೊಡ್ಡವರಾಗಿದ್ದಾನೆ. നിന്റെ നിരാശയല്ല വലുത്, ನಿನ್ನ ನಿರಾಶೆಯಲ್ಲ ದೊಡ್ಡದು, നിന്റെ പ്രത്യാശ കുറവല്ല വലുത്, ನಿನ್ನ ನಿರೀಕ್ಷೆಯ ಕೊರತೆಯಲ್ಲ ದೊಡ್ಡದು, നിന്റെ പണമില്ലായ്മയല്ല കുറവ്, ನಿನ್ನ ಹಣದ ಆರ್ಥಿಕ ಕೊರತೆಯಲ್ಲ ದೊಡ್ಡದು, അതല്ല ചെറുത്, അത് ചെറുതല്ല. ಅದು ಯಾವುದು ದೊಡ್ಡದು? ദൈവമാ വലുത്, ದೇವರಾಗಿದ್ದಾನೆ ದೊಡ್ಡದು, ദൈവമാ വലുത്. ದೇವರಾಗಿದ್ದಾನೆ ದೊಡ್ಡದು. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപിൽ ഇവയൊന്നുമല്ല. ದೇವರ ಮುಂದೆ ಇದು ಏನು ಅಲ್ಲ ಅಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കണ്ടതെങ്ങനെയാണ് കർത്താവിന്റെ കരങ്ങൾ ഓരോരുത്തരുടെ മേലും കർത്താവ് തൊടുന്നു. ನಾನು ನೋಡಿದ್ದೇನೆ ಕರ್ತನ ಕರಗಳು ಒಬ್ಬೊಬ್ಬರನ್ನು ಸ್ಪರ್ಶಿಸುವುದನ್ನ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിനെ ശാസിക്കാതെ തന്നെ പിശാച് സ്ഥലം വിടുക. ಸೈತಾನನಿಗೆ ಶಾಸಿಸದೆ ಅಂದರೆ ಆಜ್ಞಾಪಿಸದೆ ಅವನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದಾನೆ. The power of God is too powerful. ದೇವರ ಶಕ್ತಿ ಈ ಸಮೂಹದ ಮೇಲೆ ಇಳಿತಾ ಇದೆ. കർത്താവിന്റെ ശക്തിയുടെ അഭിഷേകത്തിന്റെ ശക്തമാണ്. ಕರ್ತನ ಅಭಿಷೇಕದ ಶಕ್ತಿ ಈ ಸಮೂಹದ ಮೇಲೆ ಶಕ್ತವಾಗಿದೆ. ഹല്ലേലൂയ. ಇದರ ಬಗ್ಗೆ ಅನೇಕ ಜನರು ವಿಮರ್ಶೆ ಮಾಡಿದರು. ഇവനാര് അധികാരം കൊടുത്തു പിശാചിനെ പുറത്താക്കാൻ? ಇವನಿಗೆ ಯಾರು ಅಧಿಕಾರ ಕೊಟ್ಟರು ಸೈತಾನನನ್ನು ಹೊರಗೆ ಹಾಕಲಿಕ್ಕೆ? ഇതേ ചോദ്യമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനോട് ചോദിച്ചത്. ಇದೇ ಪ್ರಶ್ನೆಯನ್ನು ಯೇಸುವಿನ ಬಳಿಗೆ ಕೇಳಿದರು 2000 ವರ್ಷಗಳ ಹಿಂದೆ. ഇവൻ എവിടുന്ന് കിട്ടി അധികാരം? ನಿನಗೆ ಎಲ್ಲಿಂದ ಸಿಕ್ಕಿತು ಈ ಅಧಿಕಾರ? എന്റെ അധികാരം മനുഷ്യരിൽ നിന്നല്ല, ನಾನು ಹೇಳಿದ ನನಗೆ ಮನುಷ್ಯರಿಂದ ಅಧಿಕಾರ ಸಿಕ್ಕಿಲ್ಲ. എന്റെ അധികാരം ഉയരങ്ങളിൽ നിന്ന്. ನನ್ನ ಅಧಿಕಾರ ಕರ್ತನಿಂದಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാ അധികാരം കൊടുക്കുന്നത്? ಯಾರು ಅಧಿಕಾರ ಕೊಡುತ್ತಾರೆ? മനുഷ്യനുള്ള ദൈവമാണ്. ಮನುಷ್ಯನಲ್ಲ, ದೇವರಾಗಿದ್ದಾನೆ. ദൈവം അധികാരം കൊടുത്താൽ അത് കൊടുത്തതാ. ದೇವರ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದರೆ ಅದು ಕೊಟ್ಟಿದ್ದಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അത് യൂണിവേഴ്സൽ അതോറിറ്റി. ಅದು ಒಂದು ಯೂನಿವರ್ಸಲ್ ಅಥಾರಿಟಿ ಆಗಿದೆ. അതോറിറ്റി ഓവർ യൂണിവേഴ്സ്. ಅದು ಅಥಾರಿಟಿ ಆಫ್ ಯೂನಿವರ್ಸ್. അതോറിറ്റി ഓവർ ക്ലൈമറ്റ്. ಅದು ಇಡೀ ಪ್ರಕೃತಿಯ ಮೇಲೆ ಅಧಿಕಾರ ಕೊಟ್ಟಿದೆ. അന്തരീക്ഷത്തിന്റെ മുകളിലുള്ള അധികാരം. ಅಂತರಿಕ್ಷದ ಮೇಲಿರುವ ಅಧಿಕಾರವಾಗಿದೆ. പ്ലാനറ്റിന്റെ മേലുള്ള അധികാരം. ಪ್ಲಾನೆಟ್ನ ಮೇಲಿರುವ ಅಧಿಕಾರವಾಗಿದೆ. യൂണിവേഴ്സിന്റെ മേലുള്ള അധികാരം. ಯೂನಿವರ್ಸ್ ಮೇಲಿರುವ ಒಂದು ಅಧಿಕಾರವಾಗಿದೆ. ഭൂമിയുടെ മേലുള്ള അധികാരം. ಭೂಮಿಯ ಮೇಲಿರುವ ಅಧಿಕಾರವಾಗಿದೆ. പിശാചിന്റെ മേലുള്ള അധികാരം. ಸೈತಾನನ ಮೇಲಿರುವ ಯುದ್ಧವಾಗಿದೆ. രോഗത്തിന്റെ മേലുള്ള അധികാരം. ರೋಗದ ಮೇಲಿರುವ ಅಧಿಕಾರವಾಗಿದೆ. പട്ടിണിയുടെ മേലുള്ള അധികാരം. ಪಾಪದ ಮೇಲಿರುವ ಅಧಿಕಾರವಾಗಿದೆ. അത് ക്രിസ്തുവിന്റെ അധികാരം. ಇದು ಕ್ರಿಸ್ತನ ಅಧಿಕಾರವಾಗಿದೆ. ആ അധികാരമാണ് നമ്മളിൽ പകരുന്നത്. ಆ ಅಧಿಕಾರವಾಗಿದೆ ನಮ್ಮ ಮೇಲೆ ಇಳಿತಾರೆ. ആ അധികാരമുണ്ടെങ്കിൽ ಆ ಅಧಿಕಾರ ಇದ್ದಲ್ಲಿ ഒരു പിശാചിനും നിലനിൽക്കാൻ ಯಾವ ಸೈತಾನನು ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹೀಗೆ ಕೇಳುವಂತ ಒಂದು ಪ್ರಶ್ನೆಗೆ ಅರ್ಥವೇ ಇಲ್ಲ. ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? ಯಾರು ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದು? ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവാണ് ഇതിന് അധികാരം കൊടുത്തത്. ಕರ್ತನಾಗಿದ್ದಾನೆ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದು. ഹല്ലേലൂയ.
ಅದೇ ಪ್ರಶ್ನೆಯನ್ನು ಕೇಳುತ್ತಾರೆ. ആമേൻ. ಆಮೆನ್. സോ അടുത്തിരിക്കുന്നവരോട് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിക്കുക. ಕ್ರಿಸ್ತನ ಪ್ರಕಾಶದಲ್ಲಿ ಜೀವಿಸು. ಪರಸ್ಪರ ಹೇಳಿ, ಕ್ರಿಸ್ತನ ಬೆಳಕಿನಲ್ಲಿ ಜೀವಿಸು. മുഖത്ത് നോക്കി പറഞ്ഞു, പ്രകാശം. ಮುಖ ನೋಡಿ ಹೇಳಿ, ಕ್ರಿಸ್ತನ ಬೆಳಕಿನಲ್ಲಿ ಜೀವಿಸು. ഇരുട്ടിൽ ജീവിക്കുന്നവർ ಕತ್ತಲೆಯಲ್ಲಿ ಬದುಕಬಾರದು, പ്രകാശത്തിൽ ജീവിക്കണം. ಪ್ರಕಾಶದಲ್ಲಿ ಜೀವಿಸಿ. ഈ പ്രകാശത്തിൽ ജീവിച്ച വിടുതൽ, ಪ್ರಕಾಶದಲ್ಲಿ ಜೀವಿಸಿದರೆ ಬಿಡುಗಡೆ, പ്രകാശത്തിൽ ജീവിച്ച രോഗസൗഖ്യം, ಪ್ರಕಾಶದಲ್ಲಿ ಜೀವಿಸಿದರೆ ರೋಗ ಸೌಖ್ಯವಿದೆ. ക്രിസ്തുവിന്റെ പ്രകാശമാണ് അധികാരം, ಕ್ರಿಸ್ತನ ಬೆಳಕಾಗಿದೆ ಅಧಿಕಾರ, ക്രിസ്തുവിന്റെ പ്രകാശമാണ് ജീവൻ, ಕ್ರಿಸ್ತನ ಪ್ರಕಾಶವಾಗಿದೆ ಜೀವ. ജീവൻ, ಜೀವ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞോട്ടെ, ಈ ರೀತಿ ಇಟ್ಟುಕೊಳ್ಳಿ. ഞാൻ തൊടുന്നതെല്ലാം ജീവനുള്ളവയാണ്. ನಾನು തൊടുന്നതെല്ലാം ಜೀವವುಳ್ಳದಾಗುತ್ತದೆ. കാരണം ക്രിസ്തുവിന്റെ ജീവൻ എന്നിലുണ്ട്. ನನ್ನೊಳಗಿದೆ. ക്രിസ്തുവിന്റെ ജീവൻ ಕ್ರಿಸ್ತನ ಜೀವ എന്നിലുണ്ട്. ನನ್ನೊಳಗಿದೆ. ക്രിസ്തുവിന്റെ ജീവൻ ಕ್ರಿಸ್ತನ ಜೀವ എന്നിലുണ്ട്. ನನ್ನೊಳಗಿದೆ. ക്രിസ്തുവിന്റെ ജീവൻ ಕ್ರಿಸ್ತನ ಜೀವ എന്നിലുണ്ട്. ನನ್ನೊಳಗಿದೆ. ഹല്ലേലൂയ. 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 ഞാൻ എവിടെ തൊട്ടാലും അത് ജീവനാണ്. ನಾನು ಎಲ್ಲಿ ಮುಟ್ಟಿದರೂ ಜೀವ ಉಂಟಾಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനില്ലാത്ത അവസ്ഥയെ ജീവനാക്കുന്നു. ജീവനില്ലാത്ത അവസ്ഥയെ ഞാൻ ജീവനാക്കുന്നു. ಜೀವನಿಲ್ಲದ ಅವಸ್ಥೆಯಲ್ಲಿ ನಾನು ಜೀವವನ್ನು ಉಂಟು ಮಾಡುತ್ತೇನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. I am full of life of God. ಕಾರಣ ನಾನು ಕ್ರಿಸ್ತನ ಜೀವದಿಂದ ತುಂಬಿದ್ದೇನೆ. ഞാൻ ക്രിസ്തുവിന്റെ ജീവനാണ് എന്നിലുള്ളത്. ನನ್ನೊಳಗೆ ಕ್ರಿಸ್ತನ ಜೀವವಿದೆ. എന്നിൽ മുഴുവനും ക്രിസ്തുവിന്റെ ജീവനാണ്. ನನ್ನೊಳಗೆ ಸಂಪೂರ್ಣವಾಗಿ ಕ್ರಿಸ್ತನಿದ್ದಾನೆ. ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും ജീവനാണ്. ನಾನು ಎಲ್ಲಿದ್ದರೂ ಕ್ರಿಸ್ತನ ಜೀವವಾಗಿದೆ. ഞാൻ എന്ത് ചെയ്താലും ജീവനാണ്. ನಾನು ಏನು ಮಾಡಿದರೂ ಜೀವವಾಗಿದೆ. എല്ലാ മരണത്തിന്റെയും ഇരുട്ടിന്റെയും അവസ്ഥ എന്നിൽ നിന്ന് മാറിപ്പോയി. ಎಲ್ಲ ಮರಣದ ಮತ್ತು ಕತ್ತಲೆಯ ಅವಸ್ಥೆಯನ್ನು ನಾನು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. Thank you Jesus. Thank you Jesus. യേശുവേ നന്ദി. ಯೇಸುವೇ ವಂದನೆ. യേശുവേ നന്ദി. ಯೇಸುವೇ ವಂದನೆ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ വചനത്തിലേക്ക് അല്പം പോകാം. ದೇವರ ವಾಕ್ಯಗಳಲ್ಲಿ ನಾವು ಹಾದು ಹೋಗೋಣ. Hallelujah. Hallelujah. എഫേസോസുകാർക്ക് ലേഖനത്തിന്റെ ಎಫೆಸರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 5ನೇ ಅಧ್ಯಾಯ 8ನೇ ವಾಕ್ಯ. For you were once darkness, but now you are in the light. You are light in the Lord. Walk as children of light. നീ ഇങ്ങനെയാണ് വായിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ പറയാം, യു വെർ ഡാർക്ക്നെസ്, നീ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ നീ പ്രകാശമാകുന്നു ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ നീ പ്രകാശമുള്ളവനാകുന്നു. അതുകൊണ്ട് walk children of light, അതായത് നീ പ്രകാശത്തിന്റെ മക്കളായി നടക്കുക. 5-ന്റെ എഫേസസ്. ನೀವು ಹಿಂದೊಮ್ಮೆ ಕತ್ತಲಮಯವಾಗಿದ್ದೀರಿ, ಈಗಲಾದರೂ ಪ್ರಭುವಿನಲ್ಲಿ ಬೆಳಕಾಗಿದ್ದೀರಿ. ಆದ್ದರಿಂದ ಬೆಳಕಿನ ಮಕ್ಕಳಾಗಿ ಬಾಳಿರಿ. ഹല്ലേലൂയ. 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 ഞാൻ ജീവന്റെ, ഞാൻ പ്രകാശത്തിന്റെ മകനാണ്. ನಾನು ಬೆಳಕಿನ ಮಗನಾಗಿದ್ದೇನೆ. ഞാൻ പ്രകാശത്തിന്റെ മകനാണ്. ಬೆಳಕಿನ ಮಗನಾಗಿದ್ದೇನೆ. കാത്തിരുന്നു കാത്തിരുന്നു മടുത്തെങ്കിലും ಕಾದು ಕಾದು ನನಗೆ ಸಾಕಾಗಿ ಹೋಗಿದ್ದರು. കർത്താവിന്റെ കൃപയാണ് എന്റെ കൂടെയുള്ളത്. ಕರ್ತನ ಕೃಪೆ ನನ್ನೊಳಗಿರುವುದರಿಂದ കൃപ എനിക്ക് ശക്തി പകരും. ಕೃಪೆ ನನಗೆ ಶಕ್ತಿಯನ್ನು ನೀಡುತ್ತದೆ. ಆ ಶಕ್ತಿ ನನ್ನನ್ನು ಕಾನಾನ್ ದೇಶಕ್ಕೆ ನಡೆಸುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതാണ് ഞാൻ പറഞ്ഞ കഥയുടെ ചുരുൾ. ಇದಾಗಿದೆ ನನ್ನ ಕಥೆಯ ಒಂದು ತಿರುಳು. ഓർമ്മിക്കുന്നുണ്ടോ കഥ? കഥ ഓർക്കുന്നുണ്ടോ? രാവിലെ ಬೆಳಗ್ಗೆ ಕಥೆ നടന്ന് 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 ನಡೆದು 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 മുന്നോട്ട് നടക്കാൻ പറഞ്ഞ കർത്താവ് ಮುಂದೆ ನಡೆಯಲಿಕ್ಕೆ ಹೇಳಿದ ಕರ್ತರು പിറകോട്ട് നടക്കാൻ പറഞ്ഞോ? ಎಲ್ಲಿಗೆ ನಡೆಸಿದ್ರು? ഇടതോട്ട് നടക്കാൻ പറഞ്ഞോ? ಎಡಕ್ಕೆ ನಡೆಸಿದ್ರ? വലതോട്ട് നടക്കാൻ പറഞ്ഞോ? ಬಲಕ್ಕೆ ನಡೆಸಿದ್ರ? മുൻപോട്ട് തന്നെ നടക്കുക. ಮುಂದಕ್ಕೆ ನಡೆಯಲಿಕ್ಕೆ ಹೇಳಿದ್ರು. നീ മുൻപോട്ട് തന്നെ നടന്ന നിന്റെ രോഗം മാറും. ನೀನು ಮುಂದಕ್ಕೆ ನಡೆದರೆ ನಿನ್ನ ರೋಗ ಸೌಖ್ಯವಾಗುತ್ತದೆ. നീ മുൻപോട്ട് തന്നെ നടന്നാൽ ക്രിസ്തുവിൽ നീ ബലം പ്രാപിക്കും. ನೀನು ಮುಂದಕ್ಕೆ ನಡೆದರೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಬಲ ಹೊಂದುವೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ, സമർപ്പണം. ನಮಗೆ ಬೇಕಾಗಿದ್ದು ಸಂಪೂರ್ಣ ಸಮರ್ಪಣೆಯಾಗಿದೆ. സമർപ്പണം. ನಮಗೆ ಸಮರ್ಪಣೆ ಬೇಕಾಗಿದೆ. സമർപ്പണം. ಸಮರ್ಪಣೆ. സമർപ്പണം. ಸಮರ್ಪಣೆ. ഡെഡിക്കേഷൻ. ಡೆಡಿಕೇಶನ್. നിങ്ങളെ സമർപ്പിച്ചാൽ ನೀವು ಇದನ್ನು ಸಂಭವಿಸಿದರೆ നിന്റെ രോഗമല്ല വലുത്, ക്രിസ്തുവാണ് വലുത്. ನಿನ್ನ ರೋಗವಲ್ಲ ದೊಡ್ಡದು, ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ ದೊಡ್ಡದು. നിന്റെ
ഇവിടുന്ന് കൈയടി കേട്ടു, ഇവിടുന്ന് കേട്ടില്ല. കൈക്ക് അസുഖമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇപ്പം മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൈക്ക് വേദനയോ ഇവിടെയൊക്കെ വേദനയുള്ളവരാരൊക്കെ ഉണ്ടോ? അന്ന് കൈയടിച്ച് ഇപ്പം മാറും. കൈയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാറിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ മാറിയിട്ടുണ്ട്. യേശുനാമದಲ್ಲಿ ಸೌಖ್ಯವಾಗಿದೆ. ഇതെന്നറിയോ? കൈയടിക്കാൻ പ്രശ്നമാണ്. കൈയടിക്കാൻ നാണം. ചപ്പാട് കൊടുത്തിട്ട് നാച്ചിക്ക് കൊണ്ടിരിക്കുന്ന കൈയടിക്കുന്ന ആരും നോക്കിക്കഴിഞ്ഞാൽ മോശമല്ലേ? ഞാനത് നോടിದ್ರೆ മോശമല്ലേ? മോശം. കൈയടിക്കുന്നത് എൻ്റെ അഭിമാനം. ಕೈ ಚಪ್ಪಾಳೆ ಹೊಡೆಯುವುದು ಅಭಿಮಾನವಾಗಬೇಕು. കൈയടിക്കുന്നത് എൻ്റെ അഭിമാനം. ಅದೊಂದು ಅಭಿಮಾನವಾಗಬೇಕು. കൈയടിക്കുന്നത് എൻ്റെ അഭിമാനം. ಕೈ ಹೊಡೆಯುವುದು ಚಪ್ಪಾಳೆ ಹೊಡೆಯುವುದು ಒಂದು ಅಭಿಮಾನವಾಗಬೇಕು. ഹല്ലേലൂയ. യേശുവിനെ സ്തുതിക്കുന്നത് എൻ്റെ അഭിമാനം. ಯೇಸುವನ್ನು ಸ್ತುತಿಸುವುದು ಒಂದು ಅಭಿಮಾನವಾಗಬೇಕು. യേശുവിനെ സ്തുതിക്കുന്നത് എൻ്റെ അഭിമാനം. ಯೇಸುವನ್ನು ಸ್ತುತಿಸುವುದು ನನ್ನ ಅಭಿಮಾನವಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ಕ್ರಿಸ್ತನಲ್ಲಿದ್ದಾರೆ. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ನಾನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ, യേശു ക്രിസ്തു വന്നാൽ ಯೇಸು ಕ್ರಿಸ್ತನು ಬಂದರೆ പ്രകാശം എന്നിൽ വന്നു. ಪ್ರಕಾಶ ನನ್ನೊಳಗೆ ಬಂದಾಯಿತು. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശ നನ್ನೊಳಗೆ ಬಂತು. പിന്നെ എന്താ നടത്തം? ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തപ്പിടി നടക്കുമല്ലേ? ಮತ್ತೆ ನಾನು ನಡೆಯುವುದು ಕತ್ತರಿಸಿ ಅಲ್ಲ. നിങ്ങൾ ഇരുട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്? ನೀವು ಕತ್ತಲಲ್ಲಿ ಹೇಗೆ ನಡೆಯುತ್ತೀರಿ? മിഡ് നൈറ്റിൽ നിങ്ങൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാല് ಮಧ್ಯರಾತ್ರಿ ನೀವು ಬಾತ್ರೂಮ್ಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಹೇಳುವಾಗ തപ്പിത്തടഞ്ഞ് സ്വിച്ച് ನೀವು ತಡವರಿಸಿ ಸ್ವಿಚ್ ಅನ್ನು ನೋಡುತ್ತೀರಿ. അല്ലെ ബാത്റൂം അന്വേഷിക്കാൻ തപ്പിപ്പോവുക. ಅದು ಬಾತ್ರೂಮ್ ಹುಡುಕಿಕೊಂಡು ತಡವರಿಸಿಕೊಂಡು അത് ഓർത്ത് നോക്കിക്കേ. ഓർക്കാൻ ನೀವು ನೆನಪಿಸಿಕೊಂಡು ಗೊತ್ತಾಗ್ತದೆ. ಅದಲ್ಲ ഇവിടെ അങ്ങനെയല്ല. ಇನ್ನು ಹಾಗೆ ಅಲ್ಲ. നിങ്ങൾ തപ്പി പോകേണ്ട കാര്യമില്ല. ನೀವು ತಡವರಿಸಿ ಹೋಗ್ಬೇಕಾಗಿಲ್ಲ. പ്രകാശം വന്നാൽ ಪ್ರಕಾಶ ಬಂದರೆ നിങ്ങൾ തുള്ളിച്ചാൽ ನೀವು ಕೊಡುವುದು ಕೋಪಡಿಸಿ ನಡೆಯುತ್ತೀರಿ. പ്രകാശത്തിന്റെ പാട്ടല്ല അവളെ അറിയാമോ? പ്രകാശത്തിന്റെ പാട്ടൊന്നും അറിയത്തില്ലേ? നിനക്കറിയോ? എന്നാ ഞാൻ പഠിപ്പിക്കാൻ. എന്നിൽ പ്രകാശം നിന്നിൽ പ്രകാശം നന്നല്ലു ಬೆಳಕು ನಿನ್ನಲ್ಲೂ ಬೆಳಕು. എഴുതേക്കണ്ട, ഇരുന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിപ്പോണം. ಆ ಕಡೆ ಈ ಕಡೆ ನೋಡಿ. എന്നിൽ പ്രകാശം ನನ್ನಲ್ಲಿ ಬೆಳಕು നിന്നിൽ പ്രകാശം ನಿನ್ನಲ್ಲೂ ಬೆಳಕು നമ്മളിൽ പ്രകാശം ನಾವೆಲ್ಲರೂ ಬೆಳಕು. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിലും പ്രകാശം ನನ್ನಲ್ಲೂ ನಿನ್ನಲ್ಲೂ ಬೆಳಕು നിന്നിലും പ്രകാശം ನಿನ್ನಲ್ಲೂ ಬೆಳಕು നമ്മളിലെല്ലാം പ്രകാശം ನಮ್ಮೆಲ್ಲರಲ್ಲೂ ಬೆಳಕು. വെളിച്ചമാണ് വെളിച്ചമാണ് ಬೆಳಕು ಮಾತ್ರ ಬೆಳಕು ಮಾತ್ರ യേശുവിന്റെ വെളിച്ചമാണ് ಯೇಸುವಿನ ಬೆಳಕು ಮಾತ್ರ. ഇരുട്ടിലില്ല ഇരുട്ടിലില്ല ಕತ್ತಲೆಯಿಲ್ಲ ಕತ್ತಲೆಯಿಲ್ಲ വെളിച്ചമാണ് വെളിച്ചമാണ് ಬೆಳಕು ಮಾತ್ರ ಬೆಳಕು ಮಾತ್ರ. എന്നിലും നിന്നിലും ನನ್ನಲ್ಲೂ ನಿನ್ನಲ್ಲೂ ക്രിസ്തുവിന്റെ വെളിച്ചമാണ് ಕ್ರಿಸ್ತನ ಬೆಳಕು ಮಾತ್ರ. ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. ಕ್ರಿಸ್ತನ ಬೆಳಕು ಮಾತ್ರ. എന്തെങ്കിലും ഒരു ട്യൂൺ മതിയിലോ അങ്ങ് പാടാലോ അല്ലേ? സ്പോണ്ടേനിയസ്ലി നമ്മൾ പാട്ട് പാടണം. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഒരുപാട് പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടും. ഞാൻ അങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്, ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതെല്ലാം അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ನಮಗೆ ಸ್ಪಾಟ್ನಲ್ಲಿ ಅದನ್ನು ಹಾಡಲಿಕ್ಕೆ ಈ ರೀತಿ ಹಾಡುಗಳನ್ನು ಕೊಡ್ತಾರೆ. ನಾವು ಹೀಗೆ ಹಾಡಬಹುದು. ಅದು ಕ್ರಿಸ್ತ ನಮಗೆ ಆ ಸಮಯದಲ್ಲಿ ಕೊಡುತ್ತಾರೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നിലും നിന്നിലും വെളിച്ചമുണ്ട്. ನನ್ನಲ್ಲೂ ನಿನ್ನಲ್ಲೂ ಬೆಳಕು ತುಂಬಿದೆ. എന്നിലും നിന്നിലും വെളിച്ചമുണ്ട്. ನನ್ನಲ್ಲೂ ನಿನ್ನಲ್ಲೂ ಬೆಳಕು ತುಂಬಿದೆ. ക്രിസ്തുവിന്റെ വെളിച്ചം എന്നിലും നിന്നിലും ഉണ്ട്. ಕ್ರಿಸ್ತನ ಬೆಳಕು ನನ್ನಲ್ಲೂ ನಿನ್ನಲ್ಲೂ ತುಂಬಿದೆ. വെറുതെ അല്ല ഞാൻ പാട്ടുകാരനാകാൻ മാറുകയാണ്. ನೀವು ಒಂದು ಮಿಷನರಿ ಆಗಿ ಬದಲಾಗಿದೆ. നിങ്ങളൊരു
മിഷണറിയായി മാറുകയാണ്. ನೀವು ಒಂದು ಮಿಷನರಿಯಾಗಿ ಬದಲಾಗ್ತಿದ್ದೀರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കൊക്കെ മിഷണറി പ്രസംഗിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ കുറെ പേര്. സുവിശേഷം പറയണമെന്ന് പറഞ്ഞില്ലേ? ಶುಭ ಸಂದೇಶ ಸ್ಥಾಪನೆಗೆ ಹಿಡಿದವರು ಆಸೆಪಟ್ಟವರಿದ್ದೀರಲ್ಲ. എത്ര പേര് പറഞ്ഞു? ಶುಭ ಸಂದೇಶ ಸ್ಥಾಪನೆಗೆ ಆಸೆಪಟ್ಟವರು. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ನೀವು ಈ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಬೇರೆಯವರಿಗೆ ನೀವು ಹಂಚಿಕೊಡಿ. കണ്ടുപിടിച്ചോ നീ ഒന്ന് സഹായിച്ചോളൂ. ബൈബിളിൽ യേശു പറഞ്ഞു പത്രോസിനോട്, യേശു പേത്രനോട് ಹೇಳಿದ್ರು, നീ ആഴങ്ങളിലേക്ക് വലയെറിയുക. ನೀನು ಆಳಕ್ಕೆ ಬಲೆ ಹಾಕಿದ್ದೀರಿ. അവൻ വലയെറിഞ്ഞു. ഒരുപാട് മത്സ്യത്തെ കിട്ടി. ತುಂಬಾ ಮೀನುಗಳು ಲಭಿಸಿತು. വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. അവർക്ക് അതിനെ എടുത്ത് മേലേക്ക് ಹಾಕಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. അപ്പൊ അടുത്ത് നിൽക്കുന്ന ബോട്ടുകാരോട് പറഞ്ഞു, ಆಗ ಪಕ್ಕ ಬೇರೆ ಕಡೆಯಿಂದ ಬೋಟ್ ನಮಗೆ ಹೇಳಿದ್ರು, നിങ്ങൾ കൂടെ വന്നിട്ട് ഞങ്ങളെ സഹായിക്കും. ನೀವು ಬಂದು ನಮಗೆ ಸಹಾಯ ಮಾಡಿ. പ്രൈസ് ദി ലോർഡ്. ಅವರು ಬಂದು അവരും വലിച്ചു. ಅವರು ഇവരെല്ലാവരും കൂടെ കൂടി ಎಲ್ಲರೂ ಸೇರಿ ಮೀನನ್ನ ನೋಡಿಗೆ ತುಂಬಿಸಿಕೊಂಡು, നിങ്ങൾ അടുത്തുള്ള ബോട്ടുകാരാ, ನೀವು ಪಕ್ಕದಲ್ಲಿರುವ ಬೋಟ್ನವರು. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് നിങ്ങൾ അടുത്തുള്ള ബോട്ടുകാരാണ്. ನೀವು ಬೇರೆ ಬೋಟ್ನಲ್ಲಿರುವ ವ್ಯಕ್ತಿಗಳಾಗಿ പത്രോസിന്റെ അടുത്തുള്ള ബോട്ടുകാരാണ്. പേത്രನ ಬೋಟ್ನ ಪಕ್ಕದಲ್ಲಿದ್ದಂತ ಬೋಟ್ನಲ್ಲಿರುವಂತ ವ್ಯಕ್ತಿಗಳാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് നിങ്ങളെ വിളിക്കുക, പേത്രനെ കരുതാൻ ഒന്ന് വന്ന് ഞങ്ങളെ സഹായിക്കും. ನೀವು ಬಂದು ನಮಗೆ ಸಹಾಯ ಮಾಡಿ. ഒരു 100 പേരെ നമുക്ക് നേടാം. ഒരു 100 പേരെ നമുക്ക് ഒരുമിച്ച് നേടാം. ನಮಗೆ ಒಂದು 100 ವ್ಯಕ್ತಿಗಳನ್ನು ಒಟ್ಟಿಗೆ ನಾವು 1000 പേരെ നേടാം. ನಾವು 1000 ಜನರನ್ನು ಗಳಿಸಿಕೊಳ್ಳೋಣ. ക്രിസ്തുവിനായി നേടാം. ಕ್ರಿಸ್ತನಿಗಾಗಿ ಗಳಿಸಿಕೊಳ್ಳೋಣ. 10000 പേരെ നേടാം. ಒಂದು 10,000 ಜನರನ್ನು ಗಳಿಸಿಕೊಳ್ಳೋಣ. എനിക്ക് തന്നെ പറ്റത്തില്ല. ನನಗೆ ಒಬ್ಬನಿಗೆ ಮಾಡಕ್ಕಾಗಲ್ಲ. നിങ്ങളും കൂടെ വന്നു ചേരുവിൻ. ನೀವೆಲ್ಲರೂ ಬಂದು ಸೇರಿ നമുക്ക് ഒരുമിച്ച് പണിയാം കർത്താവിന്റെ രാജ്യം. ನಮಗೆ ಒಟ್ಟಿಗೆ ಕಟ್ಟ ರಾಜ್ಯವನ್ನು ಬೆಳೆಸೋಣ. ഹല്ലേലൂയ. 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 ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ಇದಕ್ಕಾಗಿ ನಾವು ಇದು ಮಾಡ್ತೀವಿ. ആരും വന്നിട്ടൊക്കെ ആശി കണക്ട് ചെയ്തിട്ട് പോയി അങ്ങനെ വിചാരിക്കണ്ട. എനിക്ക് 5 പൈസ തരണം. ಬ್ರದರ್ ಬಂದು ಹಣ ವಸೂಲು ಮಾಡ್ಕೊಂಡು ಯೂಸ್ ಮಾಡಬೇಡಿ. ನನಗೆ 5 ಪೈಸೆ ಇದರಿಂದ ಬೇಕು. ഈ സ്തോത്ര കാഴ്ചയൊന്നും ഞാൻ 5 പൈസ പോലും എടുക്കാറില്ല. കർത്താവിന് മുമ്പിൽ നിന്നാണ് പറയുന്നത്. ಈ ಸ್ತೋತ್ರ ಕಾಣಿಕೆ ಕೊಡುವಾಗ ಅದರಲ್ಲಿ 5 ಪೈಸೆ ಕೂಡ ನಾನು ತೆಗೆದುಕೊಳ್ಳುವುದಿಲ್ಲ. ಕರ್ತನು ನೋಡ್ತಾನೆ. കാരണം എനിക്ക് വരുമാനമുണ്ട്. കാരണം ನನಗೆ ಬಡತನ ಇದೆ. കർത്താവ് ഇഷ്ടംപോലെ കർത്താവ് തന്നിട്ടുണ്ട്. ಕರ್ತನು ಬೇಕಾದಷ್ಟು ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. പക്ഷെ ആരും കടം കൊടുക്കാറുണ്ട്. ആരും കടം കൊടുക്കുക. ಆದರೆ ಯಾರು ಸಾಲ ಕೊಡಲ್ಲ. കാരണം കർത്താവ് പറഞ്ഞു കടം കൊടുക്കാൻ പാടില്ല. ಕರ್ತನು ಸಾಲ ಕೊಡಬೇಡ. അതിന് കാരണമുണ്ടോ? ಕಾರಣವೇನಿಲ್ಲ. തിരിച്ചേരിയത് ವಾಪಸ್ ಕೊಡೋದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് കൊടുക്കുന്നില്ല. ಅದರಿಂದ ಕೊಡೋದಿಲ್ಲ. പക്ഷെ നിങ്ങൾ കൊടുത്തോട്ടോ. ನನಗೆ ನೀವು ಕೊಡಿ. നിങ്ങൾ തിരിച്ചു തരുന്നില്ല. ഇത് ബ്രദറാണെന്ന് തിരിച്ചു തരിക. ಬ್ರದರ್ ಮೇಲೆ ಯಾರು ವಾಪಸ್ ಕೊಡೋದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾക്ക് എത്ര രോഗത്തിന്റെ എത്ര വിടുതലായി നോക്കി എപ്പോഴും ചെക്ക് ചെയ്ത് നിൽക്കുന്നത്. കർത്താവിന്റെ വചനം ഇവിടെ പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൈയൊന്നും തൊടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അങ്ങോട്ട് നിങ്ങളെ